മനസ്സിൻ്റെ കണ്ണാടിയിലെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു. ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു, അതാണ് വീഡിയോ ഇടാൻ സമയം കിട്ടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വസ്തുക്കൾ, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ പെട്ടെന്ന് വിറ്റുപോകാൻ, അതായത് വിറ്റുപോകാൻ ഉദ്ദേശിക്കുന്ന വസ്തുവകകൾ, അതായത് എന്തോ ആയിക്കോട്ടെ, സ്ഥലമായിക്കോട്ടെ, അതേപോലെ വീടായിക്കോട്ടെ, അതേപോലെ വണ്ടി ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും എന്താണെങ്കിലും നമുക്ക് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു കർമ്മമാണ് നമ്മളിവിടെ ചെയ്യണത്. ഈ ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ദിവസമോ സമയമോ ഒന്നും ആവശ്യമില്ല. മനസ്സിൽ 100% വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. 100% വിശ്വാസത്തോടു കൂടി ചെയ്യുന്നവർക്കൊക്കെ 100% റിസൾട്ട് ആയിരിക്കും. വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്ത് നോക്കിക്കോ. നിങ്ങളുടെ കയ്യിലുള്ള വസ്തുവകകൾ, അതേപോലെ തന്നെ പലചരക്ക് സാധനങ്ങളായിക്കോട്ടെ, എന്ത് ഡ്രസ്സ്, കടയിൽ കച്ചവടം ഉണ്ടാകാനാണെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ വിറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രിയയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ചെത്തി ഉണ്ടല്ലോ, ചുമന്ന ചെത്തി, ചുമന്ന കളറുള്ള ചെത്തി ഒരു 33 എണ്ണം ആവശ്യമുണ്ട്. ഈ ഒരു 33 ചെത്തി നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ചുമന്ന ചെത്തി നമുക്ക് ലഭ്യമല്ല എങ്കിൽ ഇതേപോലെ ചുമന്ന കളറുള്ള പൂ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ എടുത്തേക്കണ പൂവെന്ന് പറയുന്നത് ചെമ്പരത്തിയാണ്. ഇത് നമുക്ക് 3 കഷ്ണമാക്കിയാണെങ്കിലും നമുക്ക് ഈ ഒരു പൂവ് എടുക്കാം, 3 ഭാഗമാക്കി എടുക്കാം. അപ്പോൾ അതേപോലെ 33 ഭാഗങ്ങൾ ഇതേപോലെ വേണമെന്നുള്ളൂ. ഏത് പൂ എടുത്താലും അതേപോലെ 33 കഷ്ണമാക്കിയിട്ട് നമുക്ക് എടുക്കണം എന്നുള്ളൂ. ചെത്തി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ ഇവിടെ പറയണത്. ചെത്തിയുള്ളവർ 33 ചെത്തി ഈ ഒരു കളർ, റെഡ് കളർ തന്നെ ചൂസ് ചെയ്യുക. ഈ ഒരു ചെത്തിയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഈ പൂ മാത്രമായിട്ട് നമുക്ക് അടർത്തിയെടുക്കാം. 33 എണ്ണം കറക്റ്റ് വേണം. ഇതിലിപ്പോൾ 33 എണ്ണം ഒന്നും ഇല്ല, ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും ചെത്തിയാണ് എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നു. 33 എണ്ണം നിങ്ങൾ എന്തായാലും എടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂ നോക്കി തന്നെ എടുക്കാം. വാടിയതൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ മാറ്റിക്കളയുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെത്തിപ്പൂ റെഡ് കളർ നോക്കി എടുത്തിട്ട് നമുക്ക് ഇനി അടുത്തത് എന്താണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കുപ്പിയിലാണ് നമ്മൾ ഇട്ട് വയ്ക്കേണ്ടത്. ഇതേപോലെ ഒരു ചില്ല് കുപ്പി, മൂടിയുള്ള ചില്ല് കുപ്പിയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം. അതേപോലെ തന്നെ ഒരു അത്തറ ആവശ്യമുണ്ട്. ഈ അത്തറ നമ്മൾ ഓരോ ചെത്തിമേലും തൂത്തിട്ട് ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഓരോ പൂവിലും അത്തറിൻ്റെ ആ ഒരു സ്മെല്ല് വേണം, അതൊന്ന് മുട്ടിക്കണം. എല്ലാ പൂവിലും മുട്ടിച്ചതിന് ശേഷം ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ആരുടെ ഉടമസ്ഥയിലാണോ വസ്തു ഇരിക്കുന്നത് ആ ഒരാൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരു പക്ഷേ ആ ഒരു ആൾ നമ്മുടെ അടുത്തില്ല എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ബന്ധമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഭർത്താവില്ല എങ്കിൽ ഭാര്യയ്ക്ക് ചെയ്യാം, അങ്ങനെ മകനില്ല എങ്കിൽ അമ്മയ്ക്കാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഇതേപോലെ ഒരു ചെറിയൊരു പേപ്പർ എടുക്കാം. പേപ്പർ അല്ലെങ്കിൽ വെള്ള തുണിക്കഷ്ണം എടുക്കാം. അതിൽ നമ്മൾ പേന വച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു സിമ്പിൾ നമുക്ക് ഈ ഒരു പേപ്പറിൽ വരച്ചു കൊടുക്കാം. നമ്മുടെ സാധനം വിറ്റ് പോകാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പിക്ചർ ഇതേപോലെ വരച്ചു കൊടുക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തുണിയിലാണ് വരച്ചേക്കുന്നത്, അതാണ് തെളിയാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. അതേപോലെ മടക്കി വയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പേപ്പറിലാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. തുണിയാണ് നല്ലത്. തുണി ആ ഒരു നമ്മൾ നേരത്തെ ചെത്തിപ്പൂ ഇട്ടേക്കണ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മടക്കി വയ്ക്കണം കേട്ടോ. നല്ലപോലെ മടക്കി അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ വീടാണ് വിൽക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ വീടിൻ്റെ ആരും കാണാത്ത ഒരു ഭാഗത്ത് കൊണ്ടുപോയി നമുക്ക് ഈ ഒരു സാധനം വയ്ക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ആ വണ്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു സാധനം കൊണ്ടുപോയി കാണാതെ വയ്ക്കാവുന്നതാണ്. ഇത് വച്ച് 3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വന്ന് തുടങ്ങുന്നതാണ്. അതായത് കസ്റ്റമേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയേക്കാളും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വിലയിലേക്കാളും ഒക്കെ ആയിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. 3ൻ്റെ അന്ന് തന്നെ നമുക്ക്, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് തന്നെ നമ്മുടെ വസ്തുവകകളൊക്കെ പെട്ടെന്ന് വിറ്റ് പോകാനൊക്കെ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇനി വസ്തുവകകൾ വിറ്റ് കാലാകാലങ്ങളായിട്ട് വിൽക്കാൻ നോക്കുന്നവരൊക്കെ ഈ ഒരു
കർമ്മം ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ, അതായത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്രദമായി. ഇനി ഇത് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്കെ ആയി വരുന്നതാണ്. അതേപോലെ തന്നെ വീട് വസ്തുവൊക്കെ വിൽക്കുന്നവർ ചെയ്യുമ്പോൾ ഈ ഒരു സാധനം എടുത്തു മാറ്റേണ്ട സമയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് താക്കോൽ കൊടുക്കണ സമയത്ത് നമുക്ക് ഈ ഒരു സാധനം എടുത്തു മാറ്റാവുന്നതാണ്. നമ്മൾ എന്ത് സാധനമാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സാധനം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സാധനം ഈ ചെയ്തു വെച്ചേക്കുന്ന കർമ്മം മാറ്റി വയ്ക്കാവുന്നതാണ്. എവിടെയെങ്കിലും പുഴയിലോ വെള്ളത്തിലോ ഒക്കെ കൊണ്ടുപോയി നമുക്കിത് ഒഴുക്കി കളയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.